ഹായ്, ഞാൻ ഡോക്ടർ ജസ്ല്, ഒരു ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടന്റ് ആണ്. പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, എമർജൻസി റൂമിലെ ഡോക്ടറും ICUലെ ഡോക്ടറും ഒരാളല്ല, രണ്ടും ഒന്നല്ല. ഇവ രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു അപകടത്തിൽപ്പെട്ടാൽ, നെഞ്ചുവേദന വന്നാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസമുട്ടൽ ഉണ്ടായാൽ ആദ്യം എത്തുന്ന എവിടെയാണ്? എമർജൻസി റൂമിൽ. ഇവിടെയാണ് അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓരോ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ട പ്രാഥമിക ചികിത്സ ഇവിടെ നൽകുന്നു. അതായത് ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുള്ള രോഗിയെ സ്ഥിരപ്പെടുത്തുകയും തുടർ ചികിത്സയ്ക്കായി തയ്യാറാക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടുത്തെ പ്രധാന ലക്ഷ്യം. ഇവിടെ ഓരോ മിനിറ്റും നിർണായകമാണ്. എമർജൻസി റൂമിലെ ചികിത്സയ്ക്ക് ശേഷം രോഗിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെങ്കിൽ അവരെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് ICUലേക്ക് മാറ്റുന്നു. ഇവിടെയാണ് രോഗിയെ 24 മണിക്കൂറും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. വെന്റിലേറ്റർ പോലെയുള്ള അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഇവിടെ ചികിത്സ നടക്കുന്നത്. ഒന്നിലധികം അവയവങ്ങൾക്ക് തകരാർ സംഭവിച്ചവർ, വലിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പരിചരണം ആവശ്യമുള്ളവർ, ഗുരുതരമായ അണുബാധയുള്ളവർ, ഇവർക്കൊക്കെയാണ് ക്രിട്ടിക്കൽ കെയർ വേണ്ടിവരുന്നത്. ചുരുക്കി പറഞ്ഞാൽ എമർജൻസി കെയർ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ആദ്യപടിയെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ സ്ഥിരമായ നിരീക്ഷണത്തിലൂടെയും തീവ്രമായ ചികിത്സയിലൂടെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെയും സമഗ്രമായ പ്രവർത്തനത്തിലൂടെയാണ് പല അത്യാഹിത സാഹചര്യങ്ങളിലും രോഗിയുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നത്.